ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമുക്കിന്ന് 8th സ്റ്റാൻഡേർഡ് സയൻസിൻ്റെ 3rd ചാപ്റ്റർ സിന്തറ്റിക് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം. നമ്മൾ റയോൺ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫൈബറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി നമുക്ക് നൈലോൺ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫൈബർ, അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്ന് നോക്കാം. നൈലോൺ ഈസ് അനദർ മാൻ മെയ്ഡ് ഫൈബർ. നൈലോൺ എന്ന് പറയുന്ന ഒരു മാൻ മെയ്ഡ് ഫൈബറാണ്, അതായത് ഒരു സിന്തറ്റിക് ഫൈബർ അല്ലെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫൈബറാണ് ഈ നൈലോൺ എന്ന് പറയുന്നത്. In 1931, it was made without using any natural raw material. It was prepared from coal, water and air. It was the first fully synthetic fiber. അപ്പോൾ 1931 നൈലോൺ എന്ന് പറയുന്ന ഈ ഒരു സിന്തറ്റിക് ഫൈബർ ആദ്യമായിട്ട് നിർമ്മിച്ചത്. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരു സിന്തറ്റിക് ഫൈബർ എന്ന് പറയാനായിട്ട് സാധിക്കും. കാരണം ഒരു നാച്ചുറൽ റോ മെറ്റീരിയലും യൂസ് ചെയ്യാണ്ടാണ് ഈ നൈലോൺ സിന്തസൈസ് ചെയ്തിരിക്കുന്നത്. അതായത് പ്ലാന്റിൽ നിന്നോ ആനിമലിൽ നിന്നോ ഒരു റോ മെറ്റീരിയൽ പോലും എടുക്കാണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നാച്ചുറൽ റോ മെറ്റീരിയൽസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിർമ്മിച്ച ഒരു സിന്തറ്റിക് ഫൈബറാണ് നൈലോൺ. ഇതെന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? കോൾ, വാട്ടർ, എയർ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് നൈലോൺ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഫുള്ളി സിന്തറ്റിക് ഫൈബർ എന്ന് പറയാം. കാരണം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത റയോൺ, നമ്മുടെ ആർട്ടിഫിഷ്യൽ സിൽക്ക്, അതെന്തായിരുന്നു? വുഡ് പൾപ്പിൽ നിന്നായിരുന്നു അല്ലേ. വുഡ് പൾപ്പിൻ്റെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നിന്നാണ് റയോൺ എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് ഫൈബർ നമ്മൾ സിന്തസൈസ് ചെയ്തത്. എങ്ങനെ പോയാലും അവിടെ ഒരു നാച്ചുറൽ സോഴ്സിൽ നിന്നെടുത്ത ഒരു സാധനത്തിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഫൈബർ പ്രിപ്പയർ ചെയ്തിരുന്നത് അല്ലേ. പക്ഷേ ഇവിടെ നൈലോണിൻ്റെ കേസിൽ അങ്ങനെയല്ല. കോളും വാട്ടറും എയറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നൈലോൺ സിന്തസൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഫുള്ളി സിന്തറ്റിക് ഫൈബർ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ എക്സാമിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ വരാം, വൈ നൈലോൺ ഈസ് നോൺ ആസ് ഫുള്ളി സിന്തറ്റിക് ഫൈബർ. എന്തുകൊണ്ടാണ്? അത് ഒരു റോ മെറ്റീരിയലും നാച്ചുറലായിട്ടുള്ള റോ മെറ്റീരിയലും യൂസ് ചെയ്യാണ്ട് കോൾ, വാട്ടർ, എയറിൽ നിന്നാണ് സിന്തസൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫുള്ളി സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത്. ഓക്കെ, നൈലോൺ ഫൈബർ വാസ് സ്ട്രോങ്, ഇലാസ്റ്റിക് ആൻഡ് ലൈറ്റ്. ഇറ്റ് വാസ് ലെസ്ട്രസ് ആൻഡ് ഈസി ടു വാഷ്. സോ ഇറ്റ് ബിക്കം വെരി പോപ്പുലർ ഫോർ മേക്കിംഗ് ക്ലോത്ത്സ്. അപ്പോൾ നൈലോൺ ഫൈബർ എന്ന് പറഞ്ഞാൽ വളരെയധികം സ്ട്രോങ് ആണ്, നല്ലധികം കട്ടിയുള്ളതാണ്, പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിലുള്ള ഫൈബറാണത്. അതുപോലെ തന്നെ അത് ഇലാസ്റ്റിക് ആണ്, പിന്നെ നല്ല കനം കുറഞ്ഞതാണ്. നിങ്ങൾക്ക് ഒക്കെ ആണെങ്കിൽ നൈലോണിൻ്റെ ഷർട്ട്, മിക്കവാറും ഉള്ള യൂണിഫോം ഷർട്ടൊക്കെ ഈ നൈലോൺ കൊണ്ട് തന്നെ സിന്തസൈസ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സ്കൂളുകളുടെയും യൂണിഫോം ഷർട്ട് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അത് നൈലോൺ കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളതായിരിക്കും. നിങ്ങൾക്കത് വലിച്ചു നോക്കിയാൽ അതിനൊരു ഇലാസ്റ്റിസിറ്റി ഒക്കെ ആ ഫൈബറിന് തോന്നും. അതുപോലെ തന്നെ അത് നല്ല ലൈറ്റാണ്, നല്ല കനം കുറഞ്ഞ ഒരു മെറ്റീരിയലാണത്. അതുപോലെ തന്നെ അതിന് നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്തെടുക്കാം. ചെളിയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സൊക്കെ കഴുകാൻ നല്ലതാണ് അല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വാഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ നൈലോൺ ഫൈബർ യൂസ് ചെയ്തിട്ട് നമ്മൾ ധാരാളം ക്ലോത്ത്സ് നിർമ്മിക്കുന്നത്. വി യൂസ് മെനി ആർട്ടിക്കിൾസ് മെയ്ഡ് ഫ്രം നൈലോൺ സച്ച് ആസ് സോക്സ്, റോബ്സ്, ടെൻസ്, ടൂത്ത് ബ്രഷ്, കാർ സീറ്റ് ബെൽറ്റ്സ്, സ്ലീപ്പിംഗ് ബാഗ്സ്, കർട്ടൈൻസ് എക്സെട്ര. നമ്മൾ നൈലോൺ വെച്ചിട്ട് ക്ലോത്ത്സ് മാത്രമല്ല, നമ്മുടെ ഒരുപാട് വീട്ടുപകരണങ്ങളും ഈ നൈലോൺ കൊണ്ട് തന്നെ നിർമ്മിക്കാറുണ്ട്. സോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കയറ്, പിന്നെന്താ ടെൻറ്റൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ പുറത്തെവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യാനൊക്കെ ആയിട്ട് പോകുമ്പം മലയുടെ മുകളിലൊക്കെ ടെൻറ്റൊക്കെ വെച്ച് കിടന്നുറങ്ങാറുണ്ടല്ലേ. അപ്പോൾ ആ ടെൻറ്റ്, പിന്നെ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന നമ്മുടെ ടൂത്ത് ബ്രഷ് എന്നും യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കാറിൻ്റെ സീറ്റ് ബെൽറ്റ്, പിന്നെ സ്ലീപ്പിംഗ് ബാഗ്സ് ആയിക്കോട്ടെ, കർട്ടൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ നൈലോൺ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, അപ്പോൾ ധാരാളം വസ്തുക്കൾ നമുക്ക് നൈലോൺ കൊണ്ട് നിർമ്മിക്കാനായിട്ട് സാധിക്കും. നൈലോൺ ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ മേക്കിംഗ് പാരച്യൂട്ട്സ് ആൻഡ് റോപ്സ് ഫോർ റോക്ക് ക്ലൈംബിംഗ്. എ നൈലോൺ ത്രെഡ് ഈസ് ആക്ച്വലി സ്ട്രോങ്ങർ ദാൻ എ സ്റ്റീൽ വയർ. അപ്പോൾ നൈലോൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് പാരച്യൂട്ടും അതുപോലെ തന്നെ റോക്ക് ക്ലൈംബേഴ്സ് യൂസ് ചെയ്യുന്ന റോപ്പില്ലേ, അതൊക്കെ ഈ നൈലോൺ ഫൈബർ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നൈലോൺ ത്രെഡ് എന്ന് പറയുന്നത് എത്ര സ്ട്രോങ് ആയിട്ടുള്ളതാണെന്നല്ലേ. ഒരു സ്റ്റീൽ വയർ നൈലോൺ ത്രെഡും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നൈലോൺ ത്രെഡാണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പാരച്യൂട്ട് നിർമ്മിക്കുന്നതിനാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റോക്ക് ക്ലൈംബേഴ്സ് ആണെങ്കിലും ഈ നൈലോണിൻ്റെ റോപ്പ് കൊണ്ട് അവർ ക്ലൈംബ് ചെയ്യുന്നത്. കാരണം അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു റോപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വലിയ മൗണ്ടൻസിലൊക്കെ കയറാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും അത്രയും സ്ട്രോങ് ആണ് നൈലോൺ എന്ന് നമുക്ക് ഈ 2 ആപ്ലിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആക്ടിവിറ്റി 3.1. Take an iron stand with a clamp.
Take a cotton thread of about 60 centimeter length. Tie it to the clamp so that it hangs freely from it as shown in figure 3.5. അപ്പോൾ ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ടോ? അതായത് നമ്മളിപ്പോൾ ഈ ആക്ടിവിറ്റി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ. നൈലോൺ ത്രെഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റീൽ വയറിനേക്കാൾ സ്ട്രോങ്ങറാണ്. അതായത് എത്ര ഭാരം വേണമെങ്കിലും ജസ്റ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ഈ നൈലോൺ ത്രെഡിന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ പാരച്യൂട്ടിനും അതുപോലെ തന്നെ റോ ക്ലൈമ്പിങ്ങിന് വേണ്ട റോപ്പൊക്കെ ആയിട്ടും ഈ നൈലോൺ ത്രെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് തന്നെ എത്ര സ്ട്രോങ് ആണ് നൈലോൺ ത്രെഡ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആക്ടിവിറ്റി തന്നെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്? ഒരു അയൺ സ്റ്റാൻഡ്, ക്ലാമ്പുള്ള ഒരു അയൺ സ്റ്റാൻഡ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ കെമിസ്ട്രി ലാബിൽ നിങ്ങൾക്ക് ഈ സ്റ്റാൻഡ് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും കെമിസ്ട്രി ലാബിലൊക്കെ പോകുമ്പം ഈ സ്റ്റാൻഡ് അവിടെ വെച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് കെമിസ്ട്രി ലാബിൽ കിട്ടും. അതൊരു അയൺ സ്റ്റാൻഡാണ്. അതിനൊരു ക്ലാമ്പുണ്ട്. അതായത് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് എന്തെങ്കിലും അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അതിപ്പം വല്ല ബ്യൂററ്റോ അല്ലാന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ട്യൂബോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ നിങ്ങൾ വലിയ വലിയ ക്ലാസ്സുകളിൽ ആ ആക്ടിവിറ്റീസൊക്കെ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്താണേലും ഈ സ്റ്റാൻഡ് നമുക്ക് ജസ്റ്റ് നമ്മളൊരു സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യണം. ഒരു ത്രെഡ് കെട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മാത്രമായിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോട്ടൺ ത്രെഡ് എടുക്കുക. 60 സെൻറ്റിമീറ്റർ നീളമുള്ള ത്രെഡ് എടുത്തിട്ട് ഈ ക്ലാമ്പിൻ്റെ അറ്റത്ത് കെട്ടിയിടുക. ഈ ഫിഗർ 3.5 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? അതുപോലെ തന്നെ നിങ്ങളതൊന്ന് ചെയ്യുക. അറ്റ് ദ ഫ്രീ എൻഡ് സസ്പെൻഡ് എ പാൻ സോ ദാറ്റ് വെയ്റ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ഇറ്റ്. ആഡ് വെയ്റ്റ് 1 by 1 ടിൽ ദ ത്രെഡ് ബ്രേക്സ്. ഇനി അതിൻ്റെ അറ്റത്തായിട്ടൊരു പാൻ ഘടിപ്പിക്കുക. ആ പാനിലോട്ട് വെയ്റ്റ് വെക്കുക. വെയ്റ്റ് ഇങ്ങനെ വെക്കുക. ഓരോ വെയ്റ്റ് കൂടുന്നതനുസരിച്ച് എപ്പോഴാണോ ഈ ത്രെഡ് പൊട്ടുന്നത് ആ ഒരു ടൈം ഒന്ന് നോട്ട് ചെയ്യുക. നോട്ട് ഡൗൺ ദ ടോട്ടൽ വെയ്റ്റ് റിക്വയർഡ് ടു ബ്രേക്ക് ദി ത്രെഡ്. അപ്പം എത്രമാത്രം വെയിറ്റ് വെക്കുമ്പോഴാണ് ഈ ത്രെഡ് പൊട്ടുന്നത്, ആ വെയിറ്റ് എത്ര ആണെന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു കോട്ടൺ ത്രെഡ് പൊട്ടാനായിട്ട് എത്ര വെയിറ്റാണ് നമ്മൾ ഈ പാനിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ത്രെഡും വെച്ചിട്ട് നമ്മൾ ഈ ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക. ദിസ് വെയിറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഫൈബർ. അപ്പോൾ എത്ര വെയിറ്റ് വെക്കുമ്പോഴാണോ ഈ ഫൈബർ പൊട്ടുന്നത് അത് ഈ ഫൈബറിൻ്റെ സ്ട്രെങ്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? റിപ്പീറ്റ് ദ സെയിം ആക്ടിവിറ്റി വിത്ത് threads of wool, polyester, silk and nylon. Tabulate the data as shown in table 3.2. Arrange the threads in order of their increasing strength. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കി ത്രെഡ്സ് വൂൾ ആയിക്കോട്ടെ, പോളിസ്റ്റർ, സിൽക്ക്, നൈലോൺ അങ്ങനെ മറ്റ് ത്രെഡ്സ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ തന്നെ ഈ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യുക. അതായത് എല്ലാ ത്രെഡിനും സെയിം ലെങ്ത് ആയിരിക്കണം. അത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരേ നീളമുള്ള ത്രെഡ് വേണം എടുക്കാൻ. ഇപ്പോൾ ഇവിടെ ഇവർ ഒരു അളവ് പറഞ്ഞിട്ടുണ്ട് 60 സെൻറ്റിമീറ്റർ ലെങ്ത് എന്നല്ലേ. അപ്പോൾ എല്ലാ ത്രെഡും 60 സെൻറ്റിമീറ്റർ തന്നെ നീളമുള്ളത് എടുക്കുക. അതിൻ്റെ അകത്ത് പാൻ കെട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതിലേക്ക് വെയിറ്റ് വെക്കുക. എത്ര വെയിറ്റ് വെക്കുമ്പോഴാണ് ഈ ത്രെഡ് പൊട്ടുന്നത് അതാണ് ഈ ത്രെഡിൻ്റെ സ്ട്രെങ്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ടേബിൾ ഫില്ല് ചെയ്യുക. കോട്ടൺ എത്ര വെയിറ്റ് വെച്ചപ്പോഴാണ് പൊട്ടിയത്, അതുപോലെ തന്നെ വൂൾ, സിൽക്ക്, നൈലോൺ. എന്നിട്ട് ഇതിനെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതായത് ഏറ്റവും കുറഞ്ഞ വെയിറ്റ് മുതൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങുന്ന ത്രെഡ് വരെ. അങ്ങനെ ആ ഒരു ഇൻക്രീസിങ് ഓർഡറിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാണ്ട് തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് നൈലോൺ ത്രെഡിനായിരിക്കും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുക, അല്ലേ? അപ്പം നൈലോൺ ത്രെഡിനായിരിക്കും കൂടുതൽ വെയിറ്റ് താങ്ങാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കുന്നത്. അതായത് എത്ര വെയിറ്റ് വെച്ചാലും നൈലോൺ ത്രെഡ് പൊട്ടാനായിട്ട് കുറച്ചധികം വെയിറ്റ് വെക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ അത്ര സ്ട്രോങ് ആണ് നൈലോൺ ത്രെഡ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി തന്നെ നമ്മൾ ചെയ്യുന്നത്. അതല്ലാണ്ട് തന്നെ നമുക്കറിയാം, കാരണം നമ്മളുടെ ആപ്ലിക്കേഷൻസ് തന്നെ ഈ നൈലോൺ ത്രെഡിൻ്റെ ആപ്ലിക്കേഷനിൽ തന്നെ വരുന്നതാണ് പാരച്യൂട്ടും അതുപോലെ തന്നെ ഈ റോപ്പൊക്കെ നിർമ്മിക്കുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത്ര സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ ഈ നൈലോൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ വസ്തുക്കളൊക്കെ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊന്നുകൂടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ആക്ടിവിറ്റി തന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇങ്ങനെ ഒരു അയൺ സ്റ്റാൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം എന്നില്ല, അല്ലേ? ഇപ്പം നമ്മൾ കെമിസ്ട്രി ലാബിൽ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ ഈ അയൺ സ്റ്റാൻഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഈ അയൺ സ്റ്റാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിതെങ്ങനെ ചെയ്യും? യു മേ യൂസ് എ ഹുക്ക് or a nail on the wall for hanging the fibers and a polythene bag at the other end. In place of weights, you may use marbles of similar size. ഓക്കെ, അപ്പം അയൺ സ്റ്റാൻഡ് ഇല്ല, നമുക്ക് വീട്ടിൽ മാത്രമേ ഇപ്പോൾ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹുക്കൊക്കെ ഭിത്തിയിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും.
എല്ലാ വീടുകളിലും കാണും. ഇപ്പോൾ ക്ലോക്കൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ആണി ഉണ്ടായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ ഫ്രെയിംസ് തൂക്കിയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ഒരു കലണ്ടറിലും തൂക്കിയിട്ടിരിക്കുന്ന ആണി എല്ലാവരുടെയും വീട്ടിൽ കാണും അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്കിതുപോലെ തന്നെ ഈ ത്രെഡ് കെട്ടിയിട്ടിട്ട് അതിൻ്റെ അറ്റത്ത് വെയിറ്റ് നമുക്ക് കിട്ടത്തില്ല അല്ലേ, നമുക്ക് ഇവിടെ ഇപ്പം ത്രാസും കട്ടയൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, വെയിറ്റിന് പകരം നമുക്ക് മാർബിളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ, ഈ പെബിൾസ് ഇല്ലേ, ഗോലിയൊക്കെ, അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിതേ ആക്ടിവിറ്റി തന്നെ ചെയ്തു നോക്കാനായിട്ട് സാധിക്കും.